ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹർ എന്ന് പറയുന്ന കഹാനിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇത് 9ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ച് വന്നിട്ടുള്ള ടെക്സ്റ്റിലെയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം 3 കാര്യങ്ങൾ. ഹർ എന്ന് പറയുന്ന ഒരു കഹാനിയാണ്. റൈറ്ററിൻ്റെ പേര് പ്രഭാത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിമൈനിങ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടു, ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ചിപ്കലിയുണ്ട്, ഒരു ഗിർഗിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള പ്രാണി എന്നുകൊണ്ട് ഹിന്ദിയിൽ ഉദ്ദേശിക്കുന്നത് ചെറിയ ജീവികൾ എന്നാണ്. ഓക്കെ, അപ്പോൾ അത്തരം ജീവികൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവരുടെ കോൺവെർസേഷൻ എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവരുടെയും, മനുഷ്യരുടെ മാത്രമല്ല പകരം എല്ലാവരുടെയും വീട് കൂടിയാണ് എന്ന ഒരു ഐഡിയ കൂടി നമുക്ക് ഈ സ്റ്റോറി തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടായിരുന്നു, ഫർഹാദ് എന്ന് പറയുന്ന ആൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പുതിയൊരു വീട് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിപ്കലിനെ കഹാ തോ തുമേ ഇസ്സെ ക്യാ ഗിർഗിഡായ. ഓക്കെ, അതതിൻ്റെ ഒരു സൗണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ എന്താണ്, ഫർഹാദ് ഒരു പുതിയ വീട് ഉണ്ടാക്കിയെന്ന് വെച്ച് നിനക്കെന്താ എന്ന് ചിപ്കലിയുടെ അടുത്ത് ചോദിക്കുവാണ്. മേരാ ജീന ദൂഫർ ഹോ ഗയാ ഹെ ഓർ തും കഹ് രഹേ ഹോ തുമേ ഇസ്സെ ക്യാ. എൻ്റെ ജീവിതം തന്നെ പ്രശ്നത്തിലായി, എന്നിട്ട് നീ ചോദിക്കുകയാണ് ഇതിന് നിനക്കെന്താന്ന്. തും കബി രഹേ ഹോത്തെ ഉൻകെ സാദ് ഉസ് കിരായയ്ക്ക് കമരേ മേ തോ കുച്ച് സമജ് പാത്തെ. അതായത് നീ ഫർഹാദിൻ്റെ കൂടെ ആ ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലായേനെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചിപ്കലി ഫർഹാദിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇത്തിനെ സലീക്കേസെ രഹത്തെ ഹം. ഓക്കെ, സലീക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ടാണ് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നത്. ഓക്കെ, അന്തസ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി എന്നൊക്കെയാണ് സലീക്ക എന്നതിൻ്റെ മീനിങ്. ഉൻകെ പാസ് കിതാബോങ്കി ബഡി ബഡി അൽമാരിയാൻ തീ. എന്താണ്, പുസ്തകങ്ങളുടെ വലിയ വലിയ അലമാരികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അലമാരികൾ, അതിലൊക്കെ പല്ലികൾക്ക് താമസിക്കാൻ പറ്റും. വേ കിതാബോങ്കെ ആകെ രഹത്തെ മേ കിതാബോങ്കെ പീച്ചെ. അതായത് അലമാരികൾ, അതായത് ബുക്സിൻ്റെ മുൻവശത്താണ് ഫർഹാദ് താമസിച്ചുകൊണ്ടിരുന്നത്, അതായത് റൂമിൽ. അപ്പോൾ ഈ ചിപ്കലി താമസിച്ചുകൊണ്ടിരുന്ന ബുക്കിൻ്റെ പുറകുവശത്ത്, അതായത് അലമാരിയുടെ ബാക്ക് സൈഡിലൊക്കെയാണ് ചിപ്കലി താമസിച്ചിരുന്നത്. മേ കിത്നി ഹി ബാർ ഉൻസെ കപ്പടോങ്കി ഗലീമേ മിലി. അതായത് ഇവർ തമ്മിൽ പല പ്രാവശ്യം നേരിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് കപ്പടോങ്കി ഗലീം, അതായത് ഡ്രസ്സ് വെച്ചിരിക്കുന്നിടത്ത് അതിനിടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. ബർത്തനോക്കി ഗലീം, അതായത് പാത്രം കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ദരാജ് മാർക്കറ്റ് മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉള്ളിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഡസ്റ്റ്ബിന്ന് ചാടൂക്കെ നീച്ച്, അതായത് ചൂലിൻ്റെ അടിയിൽ. ഓക്കെ, അതായത് നമുക്ക് പല്ലീനെ എവിടെയൊക്കെ കാണാം അതിനെയൊക്കെയാണ് സൂചിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, ഹമേശ മുസ്കരായ. പക്ഷേ ഈ പല്ലീനെ കാണുമ്പോൾ എന്താണ്, അദ്ദേഹം എപ്പോഴും ചിരിക്കും. ഓക്കെ, അതല്ലാതെ ഇതിനെ ഉപദ്രവിക്കാനോ ഇതിനെ കൊല്ലാനോ പോകാറില്ല. അത് ഫർഹാദിൻ്റെ ഒരു ക്യാരക്ടറാണിത്. പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും ഇവിടെ താമസിക്കാൻ ഉള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഫർഹാദ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ജീവികളെ ഒന്നും തന്നെ ഉപദ്രവിക്കുന്നില്ല. മേരാ തജുർബ കഹത്താ ഹെ. തജുർബ മീൻസ് എക്സ്പീരിയൻസ്. കഹത്താ ഹെ കി ചിപ്കലിയോं के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. അതായത് ഇപ്പം നമുക്കറിയാം, ഒരു പല്ലീനെ കാണുകയാണെങ്കിൽ അതിനെ ചൂല് വെച്ച് അടിച്ചു കൊല്ലുന്നവരൊക്കെയാണ് കൂടുതലും. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു പല്ലിയുടെ പുറകെ ചൂലുമായിട്ട് ഓടിയാണ്, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുന്ന ഒരാളല്ല ഫർഹാദ്. ഓക്കെ, ഇതൊക്കെയാണ് ചിപ്കലി പറഞ്ഞത്. ഹോത്തെ ഹെ കുച്ച് ലോഗ് ഗിർഗിട്ടിനെ ഉബാസി ലേത്തെ ഹുവെ കഹ. ഓക്കെ, ഇങ്ങനെയും കുറച്ച് ആളുകൾ ഉണ്ടാകാം എന്ന് ഗിർഗിട്ട് പറയുവാണ്. ഉൻസെ പെഹലെ മേ ശ്രീമതി ശാന്തിദാസ് കെ സാദ് കുച്ച് ദിൻ രഹീതി. അപ്പോൾ എന്താണ്, ഫർഹാദിനെ അടുത്ത് താമസിക്കുന്നതിന് മുമ്പ് ചിപ്കലി താമസിച്ചത് ശ്രീമതി ശാന്തിദാസ് എന്ന് പറയുന്ന ആളുടെ അടുത്താണ്. പൂരി അശാന്തിദാസ് തി വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പേരിൽ മാത്രം ശാന്തി ഉണ്ടായിരുന്നുള്ളൂ, മൊത്തം അശാന്തിയായിരുന്നു. മുച്ചെ ദേഖ്തേ ഹി ചില്ലാത്തി തി. അതായത് ചിപ്കലിനെ കാണുമ്പോൾ തന്നെ ഒച്ചയെടുക്കുമായിരുന്നു. ഖിഗി ബൻ ജാത്തി തി ഉൻകി കഹത്തി തി സുശാന്തോ ജൽദി ജാവോ ഇസേ ഫഹാവോ. ഓക്കെ, സുശാന്തോ എന്ന് പറയുന്ന ഫാമിലിയുടെ ഒരു മെമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്,
ഓക്കെ, അതായത് ഈ പല്ലീനെ കാണുമ്പോൾ തന്നെ അതിനെ ഓടിക്കാൻ വേണ്ടി ആ ഫാമിലിയിലുള്ളവരുടെ അടുത്ത് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ഒരു അറപ്പോട് കൂടി കണ്ടിരുന്ന ഒരു വീട്ടിലായിരുന്നു നേരത്തെ ഈ ചിപ്കലി താമസിച്ചത്. മേ ഉൻകെ സാത്ത് ഏക് സപ്താഹ് നഹി ടിക് സക്കി, ഒരാഴ്ച പോലും അവരുടെ കൂടെ താമസിക്കാൻ പറ്റിയില്ല. പർ കഹത്തെ ഹെ ന ജോ വാസ്തവമേ ഫലാ ഹോത്താ ഹെ ഉസേ ഫലേ ലോഗ് സറൂർ മിൽത്തേ ഹെ, അതായത് നല്ല ആളുകളാണെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും നല്ലവരെ കാണാൻ പറ്റും. അത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ചിപ്കലി അങ്ങനെ പറയുവാണ്. ഫലസ്വരൂപ് മേരി സിന്ദഗിമേ ശ്രീമാൻ ഫർഹാദ് ആഹി ഗയ, അങ്ങനെ അവസാനം ശ്രീമാൻ ഫർഹാദിൻ്റെ വീട്ടിലാണ് ചിപ്കലി ചെല്ലുന്നത്. കഹത്തെ ഹുയെ ചിപ്കലി കെ ചെഹരെ പർ വൈസി ഹി അസീം ശാന്തി ദി ജൈസി സംഗ്മർമർ കി മൂർത്തിയോ മേ ഹോത്തി ഹെ. ഓക്കെ, സംഗ്മർമർ എന്ന് വെച്ചാൽ എന്താണ്? മാർബിൾ. ഓക്കെ, മാർബിളാണ് സംഗ്മർമർ. അതിലൊരു ശാന്തതയുണ്ട്, അല്ലെങ്കിൽ മാർബിളിൻ്റെ ശില്പങ്ങൾ കാണുമ്പോൾ എന്താണ്, നമുക്കൊരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഫർഹാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ശാന്തത ആ ചിപ്കലിയുടെ മുഖത്ത് വരുന്നു. ഓ ചിപ്പു മേ തുമാര ദർദ് സമജ് സക്താ ഹൂം, കിത്നി ദഫ മേ ഖുദ് ഐസെ അനുഭവ് സെ ഗുസ്രാ ഹൂം ഗിർഗിട്ടിനെ കഹ. ഓക്കെ, അതായത് ചിപ്കലിയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ എൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാരണം ഞാൻ സ്വയം ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നേരിട്ടിട്ടുണ്ട് എന്ന് ഗിർഗിട്ട് പറയുകയാണ്. അപ്പോൾ ഗിർഗിട്ടിനും ഇതുപോലെ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ, ഓ ചിപ്പു മേ തുമാര ദർദ് സമജ് സക്താ ഹൂം യഹാ ദൂസറോ കാ ദർദ് സമജ്നെ കാ മത്ലബ് ക്യാ ഹെ. എന്താണ് ഗിർഗിട്ട്? അതായത് ചിപ്കലിനെ കാണുമ്പോൾ ചില വീട്ടുകാർ ഓടിച്ചിരുന്നു. ഓക്കെ, ആ പേരൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഫർഹാദിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ചിപ്കലിയുടെ ഒക്കെ പുറകെ ചൂലും എടുത്ത് ഓടി നടക്കുന്ന ഒരാളായിരുന്നില്ല ഫർഹാദ്. അപ്പോൾ അതുപോലെയുള്ള സെയിം എക്സ്പീരിയൻസ് മനുഷ്യരിൽ നിന്ന് എന്താണ് ഗിർഗിട്ടിനും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ, അതിനെക്കുറിച്ചാണ് ഗിർഗിട്ട് ഈ സെൻറ്റൻസിൽ പറയുന്നത്. ഗിർഗിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന്ത്. സോ അബ് മേരാ ഇരാദ ശ്രീമാൻ ഫർഹാദ് കെ ഹർ മേ ही बचा कुचा जीवन गुजारने का है, चिपकली ने एक ही वाक्य में ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയെ കഹ. അതായത് ഇനി ഞാൻ ആഗ്രഹിക്കുന്ന ശ്രീമാൻ ഫർഹാദിൻ്റെ വീട്ടിൽ തന്നെ ബാക്കിയുള്ള ജീവിതകാലം ചെലവഴിക്കണം എന്നാണ്. വിചാർ അച്ചാഹെ ഗിർഗിട്ട് ബോല, നല്ല ഒരു തോട്ടാണ് അല്ലെങ്കിൽ ഒരു വിചാരമാണ്. അച്ചാഹേന വക്ത് മിലേത്തോ ആനാ കഭി, ഓക്കെ നല്ലതല്ലേ, സമയം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങണം. കഹത്തെ ഹുയെ ചിപ്കലി ആകെ ബഡ് ഗയി, ഇത് പറഞ്ഞുകൊണ്ട് ചിപ്കലി മുന്നോട്ട് പോയി. സരൂർ സരൂർ മുझे തുംസെ മിൽനെ ആന അച്ചാഹി ലഗേഗ, നിന്നെ കാണാൻ വരുന്നത് എനിക്കും ഇഷ്ടമാണ്. ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിട്ട് ചിപ്കലി കോ ജാത്തെ ദേഖ്താ രഹ. ഇപ്പം എന്താണ് ചിപ്കലി പോകുന്നത് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗിർഗിട്ട്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ആ കോൺവെർസേഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ചിപ്കലി ഗിർഗിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഇവിടെ തീരുവാണ്. ചിപ്കലി നീം സരായ്ക്ക് മക്കാൻ നമ്പർ 205 കെ ഗേറ്റ് പെർ പഹുഞ്ചി. നീം സരായ്ക്ക് മക്കാൻ നമ്പർ അതൊരു നെയിമാണ്. അപ്പോൾ അവിടെയുള്ള 205-ാമത്തെ ഗേറ്റിൽ എത്തി. ഈ വാർപ്പർ ചെടി, അപ്പോൾ അതാണ് ഫർഹാദിൻ്റെ പുതിയ വീട്. കഷ്ടപ്പെട്ട് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മളുടെ ചിപ്കലി ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫർഹാദിൻ്റെ വീട്ടിൽ എത്തി. ഓക്കെ, അപ്പോൾ ദീവാർ പർ ചെടി, അതായത് ഭിത്തിയിലൂടെ ആ ഗേറ്റിൻ്റെ ഭിത്തിയിലൂടെ ചാടിക്കയറി സുനോ. ഓക്കെ, അപ്പോൾ ആരെയോ അവിടെ വെച്ച് കണ്ടു. അപ്പം പറയുകയാണ്, അത് അയാൾ കണ്ട ആളെ വിളിക്കുകയാണ് സുനോ എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കിയ എന്താണ് ചിപ്കലി ഗിർഗിട്ടും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ അതിനകത്ത് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ചിപ്കലി ഫർഹാദിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ. അപ്പോൾ എന്താണ് ചാടൂലേക്കർ, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നില്ല ഫർഹാദ്. പിന്നെ വേറൊരാൾ, അതായത് ശ്രീമതി ശാന്തിദാസ്, അവരുടെ വീട്ടിൽ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ബൈ ബൈ പറഞ്ഞ് ഇവർ തമ്മിലും രണ്ടു വഴിക്ക് പോകുന്നു. നമ്മളുടെ ചിപ്കലി ആ ലക്ഷ്യസ്ഥാനത്ത്, അല്ലെങ്കിൽ ഫർഹാദിൻ്റെ പുതിയ വീടിന് ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്നു. അത്രയും ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ വരുന്ന വീഡിയോയിൽ നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യും. സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.